പ്രൈഡ് ആൻഡ് സെൽഫ് എക്സൾട്ടേഷൻ. എന്താണ്? അഹങ്കാരം അല്ലെങ്കിൽ നിഗളവും സ്വയമായി നമ്മളെ തന്നെ പുകഴ്ത്തുകയും ചെയ്താൽ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കും അവൻ അധികം കൃപ നൽകുന്നു. അല്ലേ? അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു നിഗളം, ഒരു അഹങ്കാരം വരുന്നെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അല്ലേ? ദൈവത്തെ കൂടാതെ എനിക്ക് ചെയ്യാൻ കഴിയും. എനിക്ക് ശക്തി തരുന്നത് ദൈവമല്ല, എൻ്റെ ശക്തിയിൽ പറ്റും. എൻ്റെ സ്വയത്തിൽ ഞാനങ്ങ് ആശ്രയിക്കുകയാണ്, റാദർ ദാൻ സറണ്ടറിങ്. എനിക്ക് ദൈവം മുമ്പാകെ കീഴ്പ്പെടുന്നതിലല്ല, എൻ്റെ സ്വയത്തിലാണ് എനിക്ക് ശക്തി. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ കുഴപ്പം, ഈ റെസിസ്റ്റ് കറക്ഷൻ. ആരെങ്കിലും ഒന്ന് തിരുത്താൻ നോക്കിയാൽ ഞാൻ തിരുത്തത്തില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? താൻ ആരാ എന്നെ തിരുത്താൻ? അല്ലേ? ആര് തിരുത്തിയാലും പിന്നെ നമ്മൾ തിരുത്തലെടുക്കത്തില്ല. അവോയ്ഡ്സ് അക്കൗണ്ടബിലിറ്റി. ആരോടും ഞാൻ ഒരു കണക്ക് ഞാൻ ബോധിപ്പിക്കത്തില്ല. എൻ്റെ അർത്ഥം, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ഞാൻ താഴുമെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഐ ആം ഇൻവൈറ്റിംഗ് ഡിവൈൻ പാർട്ട്ണർഷിപ്പ്. കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഞാൻ താഴുമെങ്കിൽ. പക്ഷേ ഞാൻ താഴാതെ അഹങ്കാരിയായി നിഗളിച്ച് നടന്നാൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഐ എം അലോൺ. ബിക്കോസ് എനിക്ക് എന്നിൽ മാത്രമേ വിശ്വാസമുള്ളൂ. എനിക്ക് കർത്താവില്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നൊരു കാര്യത്തിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 15:5 യേശു പറഞ്ഞൊരു സിമ്പിൾ വാക്യമുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. വിത്തൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല.